ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾ ആദ്യ പട്ടികയിൽ ഇടം പിടിക്കും. പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന്റെ പേരിനാണ് സാധ്യത. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും സ്ഥാനാർത്ഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരുടെ പേരുകൾ ആദ്യ പട്ടികയിലുണ്ടാകും. അക്ഷയ് കുമാർ, കങ്കണ റണാവത്ത് തുടങ്ങിയ സിനിമാ താരങ്ങളും പട്ടികയിൽ ഇടം പിടിക്കാനാണ് സാധ്യത. നോബിൾ മാരിക്കാരൻ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. നോബിൾ, ബി.ജെ.പിയുടെ ആദ്യ പട്ടിക ഇന്ന് പുറത്തു വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സാധ്യമാണോ? നികേഷ്, ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഒരു പട്ടിക പുറത്തേക്ക് വരും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ആദ്യ പട്ടികയിൽ തന്നെ 100-ലധികം വരുന്ന മണ്ഡലങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേരളം ഉൾപ്പെടെ അതിൽ ഉൾപ്പെടും എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇന്നലെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ബി.ജെ.പിയുടെ യോഗം ചേർന്നത്. രാത്രി ആരംഭിച്ച യോഗം പുലർച്ചെ 3 മണിക്ക് അപ്പുറം വരെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ആദ്യഘട്ട പട്ടിക, അതായത് 370 സീറ്റ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിശദമായ ചർച്ച തന്നെ നടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നത്തെ പട്ടിക വരികയും ചെയ്യുന്നത്. നമ്മൾ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആറ്റിങ്ങൽ, തിരുവനന്തപുരം, അതോടൊപ്പം തൃശ്ശൂർ, പാലക്കാട് മണ്ഡലങ്ങൾ ഉറപ്പായും ഇന്നത്തെ പട്ടികയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് അറിയുന്നു. അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ, സുരേഷ് ഗോപിയുടെ പേരും എന്താണെങ്കിലും ഉണ്ട്. നിലവിൽ ഈ പട്ടിക വരുമ്പോൾ പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം, സിനിമാ കായിക താരങ്ങൾ ഉൾപ്പെടെ ഈ പട്ടികയിൽ ഇടം പിടിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് അക്ഷയ് കുമാർ, അതോടൊപ്പം തന്നെ കങ്കണ റണൌത്ത്, ഒപ്പം യുവരാജ് സിംഗ് അടക്കമുള്ളവരുടെ പേരുകൾ ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒപ്പം പല സിറ്റിംഗ് എംപിമാർക്കും, അതായത് 70-ൽ അധികം വരുന്ന സിറ്റിംഗ് എംപിമാർക്ക് നിലവിൽ സീറ്റ് നൽകില്ല എന്ന് ഉറപ്പാണ്. അതിൽ ഹേമ മാലിനി, അതോടൊപ്പം സണ്ണി ഡിയോൾ ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ബി.ജെ.പിയുടെ ആദ്യ പട്ടിക